Okay, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ മോഡേൺ എക്കോണമി. അപ്പോൾ ആധുനിക എക്കോണമിയിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ധനകാര്യ സ്ഥാപനമാണെന്നുള്ളതാണ്. These financial institutions perform several functions like accepting deposits, giving credit, and other functions that provide facilities for business and trade. ഈ ധനകാര്യ സ്ഥാപനം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സെവറൽ ഫങ്ഷൻസ്, പല ഫങ്ഷൻസ് ചെയ്യുന്നതിലൊന്ന് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് ആണ്. പബ്ലിക്കിൽ നിന്ന് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, ഗിവിംഗ് ക്രെഡിറ്റ്, വായ്പകൾ നൽകുന്നു, ആൻഡ് അതർ ഫങ്ഷൻസ് ദാറ്റ് പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ ബിസിനസ് ആൻഡ് ട്രേഡ്. ബിസിനസ്സിനും ട്രേഡിനും മറ്റ് സഹായങ്ങൾ കൂടി കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്നു. ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഗിവൺ ബിലോ. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്, മെയിനായിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് താഴെ വിവരിക്കുകയാണ്. ഒന്ന് പ്രൈമറി ഫങ്ഷനാണ്. പ്രാഥമിക ഫങ്ഷനായിട്ട് പറയുന്നതാണ് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് ആണ്. പബ്ലിക്കിൽ നിന്ന് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദ ട്രഡീഷണൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്. ഇപ്പോൾ ട്രഡീഷണൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് ആണ്. ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് യൂഷ്വലി അക്സെപ്റ്റ് 3 ടൈപ്പ് ഓഫ് ഡിപ്പോസിറ്റ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ മെയിനായിട്ട് 3 ടൈപ്പ് ഡിപ്പോസിറ്റുകളാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് പബ്ലിക്കിൽ നിന്ന്. ഒന്ന് സേവിങ് ഡിപ്പോസിറ്റ്, 2 കറണ്ട് ഡിപ്പോസിറ്റ്, 3 ഫിക്സഡ് ഡിപ്പോസിറ്റ്. അപ്പോൾ 3 ടൈപ്പ് ഡിപ്പോസിറ്റുകളാണ് കുട്ടികളെ. ഒന്ന് സേവിങ് ഡിപ്പോസിറ്റ് ഉണ്ട്, 2 കറണ്ട് ഡിപ്പോസിറ്റ് ഉണ്ട്, 3 ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ. ദെൻ ഗിവിംഗ് ക്രെഡിറ്റ് ആണ് രണ്ടാമത്തെ ഒരു ഫങ്ഷനാണ്, ഗിവിംഗ് ക്രെഡിറ്റ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഗിവ് ലോൺസ് ടു ദോസ് ഹു നീഡ് ദം ഓൺ സെക്യൂരിറ്റി. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ സെക്യൂരിറ്റി വാങ്ങിക്കൊണ്ട് ലോൺ നൽകുന്നുണ്ട്. ക്രെഡിറ്റ് ഈസ് ഗിവൺ ആസ് ക്യാഷ് ക്രെഡിറ്റ്, കോൾ ലോൺ, ഓവർ ഡ്രാഫ്റ്റ് എക്സെട്ര. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് നൽകുന്നത് ക്യാഷ് ക്രെഡിറ്റ് നൽകുന്നുണ്ട്, കോൾ ലോൺ ഉണ്ട്, ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. ലോൺസ് ഗിവൺ ആസ് ക്യാഷ് ഓൺ ദ സെക്യൂരിറ്റി മെറ്റീരിയൽ അസെറ്റ് ഈസ് ക്യാഷ് ക്രെഡിറ്റ് ആണ്. അപ്പോൾ ലോൺ നൽകുന്നത് ഏതെങ്കിലും സെക്യൂരിറ്റി ഓഫ് മെറ്റീരിയൽ വാങ്ങിക്കൊണ്ടാണ്, ക്യാഷാണ് ലോണായിട്ട് നൽകുന്നത്. അതാണ് നമ്മൾ ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോൺസ് ഗിവൺ ആസ് ക്യാഷ് ഓൺ ദ സെക്യൂരിറ്റി ഓഫ് മെറ്റീരിയൽ അസെറ്റ്. ഏതെങ്കിലും മെറ്റീരിയൽ അസെറ്റ് വാങ്ങിക്കൊണ്ട് ക്യാഷ് എന്ത് ചെയ്യുന്നു, ലോണായിട്ട് ബാങ്കുകൾ നൽകുന്നതാണ് നമ്മൾ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഹെഡിൽ പറയുന്നത്. അടുത്ത ലോൺസ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ ടു ബി റീപെയ്ഡ് ഓൺ കോൾസ് ആർ കാൾഡ് കോൾ ലോൺസ്. ലോൺസ് വിച്ച് ആർ ടു ബി റീപെയ്ഡ്, ഏതെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് റീപേ ചെയ്യുന്ന ഓൺ കോൾഡ് ബേസിലാണെങ്കിൽ അതിനെ നമുക്ക് കോൾ ലോൺസ് എന്ന് വിളിക്കാം. അടുത്ത ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഓവർ ഡ്രാഫ്റ്റ് ഈസ് അനദർ ഫെസിലിറ്റി ഗിവൺ ടു ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് നൽകുന്ന അടുത്തൊരു ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് അലോസ് ദ അക്കൗണ്ട് ഹോൾഡർ ടു ഡ്രോ ഫ്രം ദ ബാങ്ക് എമൗണ്ട് ഹയർ ദാൻ ദ ക്യാഷ് ബാലൻസ് ഇൻ ദെയർ അക്കൗണ്ട്. അതായത് അക്കൗണ്ട് ഹോൾഡർക്ക് അവരുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം എന്ത് ചെയ്യാൻ പറ്റുന്നു, വിഡ്രോ ചെയ്യാനുള്ള പെർമിഷൻ നൽകുകയാണ് ഈ ഓവർ ഡ്രാഫ്റ്റിലൂടെ ചെയ്തത്. ഇത് ബിസിനസ്സുകാർക്ക് മാത്രം നൽകുന്നതാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. കറണ്ട് അക്കൗണ്ട് ഹോൾഡർ, അതായത് കറണ്ട് അക്കൗണ്ട് ഹോൾഡർ എന്ന് പറയുന്നത് നമുക്കറിയാം ബിസിനസ് പീപ്പിളിനാണ് നമ്മൾ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ അനുവദിക്കുന്നത്. അവർക്ക് മാത്രമേ ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് എന്ത് ചെയ്യുന്നുള്ളൂ, ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് ക്രെഡിറ്റുകൾ പബ്ലിക്കിന് നൽകുന്നതെന്നുള്ളതാണ്. അടുത്തൊരു ഫങ്ഷനായിട്ട് ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. A customer with a bill of exchange can, in times of need, approach a commercial bank for money. ഒരു കസ്റ്റമർക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അദ്ദേഹത്തിന് കൈവശം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ ഇറ്റ് ടൈംസ് ഓഫ് നീഡ് അപ്രോച്ച് എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഫോർ മണി. പണം ആവശ്യമുള്ളപ്പോൾ ഈ ബിൽ ഓഫ് ബാങ്കിൽ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. ദ ബാങ്ക് വിൽ ഗിവ് മണി ആഫ്റ്റർ ഡിസ്കൗണ്ടിങ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബാങ്ക് കൈപ്പറ്റിയതിന് ശേഷം ആ ബില്ലിൻ്റെ എമൗണ്ടിൽ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് കസ്റ്റമർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പണം നൽകുന്ന രീതിയാണ് ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്താണ് ക്രെഡിറ്റ് ക്രിയേഷനാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്യാൻ ക്രിയേറ്റ് എ ക്രെഡിറ്റ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എ പേഴ്സൺ അപ്രോച്ചസ് എ ബാങ്ക് ഫോർ ആൻ ലോൺ. ഒരു വ്യക്തി ബാങ്കിലേക്ക് ലോൺ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ദ ബാങ്ക് സാങ്ഷൻ ദ ലോൺ ഓൺ പ്രോപ്പർ സെക്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, ലോൺ സാങ്ഷൻ ആകും. ബട്ട് ദ ലോൺ എമൗണ്ട് ഈസ് നോട്ട് ഗിവൺ ഡയറക്റ്റ്ലി ടു ദ ബോറോവർ. അപ്പോൾ ലോൺ എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, വായ്പ എടുത്ത ആൾക്ക് നേരിട്ട് നൽകുകയില്ല. ഇൻസ്റ്റന്റ് പകരം ഇറ്റ് ഈസ് ഡിപ്പോസിറ്റ് ഇൻ ദ നെയിംസ് ഓഫ് ദ സെയിം ബോറോവർ. അതായത് ഈ ലോൺ എടുത്തിരിക്കുന്ന ആളുടെ പേരിൽ നമ്മൾ നമ്മുടെ ബാങ്കിൽ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലസ് എവറി ലോൺ ക്രിയേറ്റ് ഡിപ്പോസിറ്റ്. അതുകൊണ്ടാണ് ഓരോ ലോണും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്പോസിറ്റ് ക്രിയേഷൻ ആണെന്ന് പറയുന്നത്. അതാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ലോൺ എടുക്കുന്ന ആൾക്ക്
പണം ഡയറക്റ്റ് നൽകില്ല. അതിന് പകരം ആ ലോൺ എടുക്കാൻ വരുന്ന ആളുടെയും കൊണ്ട് നമ്മുടെ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുകയാണ്. ആ അക്കൗണ്ടിലൂടെയാണ് പണം എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ലോൺ എമൗണ്ട് ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിലൂടെ മാത്രമേ ഈ ബോറോ അവർക്ക് പണം വിഡ്രോ ചെയ്യാൻ കഴിയൂ. ഇത് ആ രീതിയിലാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത ഇൻവെസ്റ്റ്മെന്റ് ഒരു ഫംഗ്ഷനാണ്. ആഫ്റ്റർ ഗിവിംഗ് ലോൺസ് ദ ബാങ്ക് വിൽ സ്റ്റിൽ ഹാവ് എ മണി ലെഫ്റ്റ് വിത്ത് ദം. അതായത് ബാങ്കിന്റെ കൈവശമുള്ള പണം ലോണൊക്കെ കൊടുത്തതിന് ശേഷം ബാങ്കിൽ ബാലൻസ് പണം ഉണ്ടാവാം. ഇതെന്ത് ചെയ്യുന്നു, ബാങ്ക് ദിസ് എക്സസ് മണി ഈസ് ഇൻവെസ്റ്റഡ്. ഈ എക്സസ് ആയിട്ടുള്ള പണം ബാങ്ക് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പൊ ബാങ്കിന് എക്സസ് പണം ഒരിക്കലും ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. ബാങ്ക് ആർ ബൗണ്ട് ബൈ ലോ ടു ഇൻവെസ്റ്റ് എ പാർട്ട് ഓഫ് ദെയർ ഡിപ്പോസിറ്റ് ഇൻ ഗവൺമെന്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. ഇപ്പൊ ബാങ്കിൽ ലോണൊക്കെ കൊടുത്തതിന് ശേഷം മിച്ചം വരുന്ന പണം ഗവൺമെന്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. സോ ഇൻവെസ്റ്റിംഗ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റും കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷനാണ്. ബാങ്ക്സ് യൂഷ്വലി ഇൻവെസ്റ്റ് ദെയർ ഫണ്ട് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആൻഡ് അത് അപ്രൂവ്ഡ് സെക്യൂരിറ്റി. ബാങ്കുകൾ സർവ്വസാധാരണയായി ഇൻവെസ്റ്റ് ദെയർ ഫണ്ട് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റികളിലോ മറ്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റിയിലൂടെ ആയിരിക്കും ഈ കൊമേഴ്സ്യൽ ബാങ്കുകൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി ഫംഗ്ഷനായിട്ട് നമ്മൾ പറയുന്നത്. സെക്കൻഡറി ഫംഗ്ഷൻസ് ആണ്. The secondary functions can be classified under two heads. സെക്കൻഡറി ഫംഗ്ഷൻ നമ്മൾ മെയിനായിട്ട് രണ്ട് ഹെഡിലാണ് തന്നിരിക്കുന്നത്. ഒന്ന് ഏജൻസി ഫംഗ്ഷൻ, ഓക്കെ, രണ്ടാമത്തത് മിസലേനിയസ് ഫംഗ്ഷൻ. അപ്പോൾ സെക്കൻഡറി ഫംഗ്ഷനകത്ത് വരുന്നത് ഏജൻസി ഫംഗ്ഷനും മിസലേനിയസ് ഫംഗ്ഷനുമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏജൻസി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് വർക്ക്സ് ആസ് ആൻ ഏജന്റ് ഓഫ് ദ കസ്റ്റമർ ആൻഡ് ചാർജസ് കമ്മീഷൻ. ബാങ്ക് കസ്റ്റമർ ഏജന്റായിട്ട് വർക്ക് ചെയ്യും, എന്നിട്ട് അതിനെന്ത് ചെയ്യും, കമ്മീഷൻ ചാർജ് ചെയ്യുന്ന രീതികൾക്കാണ് ഏജൻസി ഫംഗ്ഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഒന്നാമത്തെ ഒരു ഏജൻസി ഫംഗ്ഷനാണ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ടാണ്. ബാങ്ക് ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം വൺ പ്ലേസ് ടു അനദർ ത്രൂ ഡ്രാഫ്റ്റ്, മെയിൽ ട്രാൻസ്ഫർ, ഇലക്ട്രോണിക് ട്രാൻസ്ഫർ എക്സെട്ര. നമുക്കറിയാം ബാങ്ക് ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം വൺ പ്ലേസ് ടു അനദർ ത്രൂ ഡ്രാഫ്റ്റ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് പണം എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് ഡ്രാഫ്റ്റ് ആവാം, മെയിൽ ട്രാൻസ്ഫർ ആവാം, ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ആവാം. ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഏജൻസി ഫംഗ്ഷനാണ് ഈ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഏജൻസി ഫംഗ്ഷനാണ് കളക്ഷൻ ഓഫ് മണിയാണ്. ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമേഴ്സ് ബാങ്ക് കളക്ട് മണി ത്രൂ ചെക്ക്, ഡ്രാഫ്റ്റ് എക്സെട്ര. അപ്പോൾ ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ അഭാവത്തിൽ ബാങ്ക് കളക്ട് മണി ത്രൂ ചെക്ക്, ഡ്രാഫ്റ്റ് എക്സെട്ര. അപ്പോൾ കസ്റ്റമർ അഭാവത്തിൽ അല്ല കസ്റ്റമർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ബാങ്ക് പണം കളക്ട് ചെയ്യുകയാണ്. ചെക്കോ ഡ്രാഫ്റ്റോ ഒക്കെ കസ്റ്റമർക്ക് വേണ്ടി കളക്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് അടുത്ത ഒരു ഏജൻസി ഫംഗ്ഷനായിട്ട് പറയുന്നത്. അടുത്ത പറയുന്നത് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ ബാങ്ക് കളക്ട് ഡിവിഡൻഡ് ഓൺ ഷെയർസ് ആൻഡ് ഇൻവെസ്റ്റ് ഓൺ ഡിവെഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കസ്റ്റമർക്ക് വേണ്ടി ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവിഡൻറ്റുകളും ഇൻട്രസ്റ്റുകളും ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഏജൻസി ഫംഗ്ഷൻ ബാങ്ക് ചെയ്യുന്നുണ്ട്. അതായത് ഷെയറിൻ്റെ ഡിവിഡൻറ്റും ബോണ്ടുകളുടെയും ഡിവെഞ്ചേഴ്സിൻ്റെയും ഇൻട്രസ്റ്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമർക്ക് വേണ്ടി കളക്ട് ചെയ്യുന്ന ഒരു ഏജൻസി ഫംഗ്ഷനായിട്ട് ബാങ്കുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തത് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമേഴ്സ് ബാങ്ക് പേ ബിൽ എമൗണ്ട്, ഇൻഷുറൻസ് പ്രീമിയം എക്സെട്ര. അപ്പോൾ കസ്റ്റമർക്ക് വേണ്ടി ഇതേപോലെ പേയ്മെൻറ്റുകളും ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ബില്ലുകളുടെ എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുന്നതിന് സഹായിക്കുന്നു. ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കാനുണ്ടെങ്കിൽ അത് ബാങ്ക് കൊടുക്കുന്നു. ഇൻ അഡീഷൻ ടു ദിസ് ബാങ്ക് ഓൾസോ ടേക്ക് അപ്പ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഷെയർസ് ആൻഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഇതിനെല്ലാം പുറമെ കസ്റ്റമർക്ക് വേണ്ടി സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നതിന് സഹായിക്കുന്നു. അടുത്തത് എക്സിക്യൂട്ട് ബിൽസ് ഓഫ് കസ്റ്റമർ ഏതെങ്കിലും ബില്ലുകൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബില്ലുകൾ നടപ്പിലാക്കുന്നതിന് കസ്റ്റമറെ സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഏജൻസി ഫംഗ്ഷനായിട്ട് പറയുന്നത്. അടുത്തതാണ് മിസലേനിയസ് ഫംഗ്ഷനാണ്. ഒന്നാമത്തെ മിസലേനിയസ് ഫംഗ്ഷനാണ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ കറൻസികൾ, വിദേശ കറൻസികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും കസ്റ്റമറെ സഹായിക്കുന്നു. ഇഷ്യൂ ഓഫ് ട്രാവലേഴ്സ് ചെക്ക്, ഗിഫ്റ്റ് ചെക്ക്, ട്രാവലേഴ്സ് ചെക്കുകളും ഗിഫ്റ്റ് ചെക്കുകളും ഇഷ്യൂ ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഓഫർ സേഫ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റീസ് ടു കീപ് പ്രിഷ്യസ് തിങ്സ്, സേഫ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റികളെ, കീപ് പ്രിഷ്യസ് തിങ്സ്, വിലപിടിപ്പുള്ള വസ്തുക്കൾ സേഫ് കസ്റ്റഡി, ബാങ്കിലെ ലോക്കറിലൊക്കെ വെക്കുന്നതിന് ബാങ്കുകൾ സഹായിക്കുന്നുണ്ട്. ഇഷ്യൂ ഓഫ് ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഇഷ്യൂ ഓഫ് ATM കാർഡുകളെ, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ബാങ്കുകൾ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ അണ്ടർ റൈറ്റിംഗ് ഓഫ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിലേക്ക് ഷെയർസ് ഡ്യൂറിങ് പബ്ലിക് ഇഷ്യൂ, പബ്ലിക്കിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ കമ്പനികളുടെ ഷെയർ പബ്ലിക് വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അണ്ടർ റൈറ്ററായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കുകൾ ആക്ട് ചെയ്യും. അതായത് ആ കമ്പനിയുമായിട്ടൊരു എഗ്രിമെൻറ്റിൽ വരും, നിങ്ങളുടെ ഷെയർ പബ്ലിക് വാങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ഇത്ര % ഷെയർ വാങ്ങിക്കൊള്ളാം. അങ്ങനെ ബാങ്ക് ഒരു അണ്ടർ റൈറ്ററായിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യുന്നു. പിന്നെ ടെലി ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഇതും ഒരു അടുത്തൊരു ഫംഗ്ഷനായിട്ടാണ് പറയുന്നത്, മിസലേനിയസ് ഫംഗ്ഷനകത്ത് വരുന്നത്.
അടുത്ത ഡെവലപ്മെന്റ് ഫങ്ഷൻസ് ആണ്. ലോൺസ് ടു ദ വീക്കർ സെക്ഷൻ ഓഫ് അറ്റ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സമൂഹത്തിൽ വീക്കർ സെക്ഷനുള്ളവർക്ക് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ലോണുകൾ നൽകുന്നു. അതൊരു ഡെവലപ്മെന്റ് ഫങ്ഷനാണ്. ലോൺസ് ടു ദ അൺഎംപ്ലോയിഡ് ടു ഫൈൻഡ് എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നതിനാണ് അൺഎംപ്ലോയ്മെന്റിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ലോൺസുകൾ നൽകുന്നത്. അപ്പോൾ തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ലോൺ നൽകുന്നു. അടുത്ത ലോൺസ് ഫോർ പ്രയോറിറ്റി സെക്ടർ, മുൻഗണന നൽകേണ്ട മേഖലയ്ക്ക് ലോൺ നൽകുന്നു. ഇത് ഒരു ഡെവലപ്മെന്റ് ഫംഗ്ഷന്റെ ഭാഗമാണ്. From the above mentioned functions of commercial bank, it is very clear that they play a vital role in modern economics. ആധുനിക സാമ്പത്തിക രംഗത്ത് കൊമേഴ്സ്യൽ ബാങ്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകളാണ് കൈകാര്യം ചെയ്യുന്നതാണ് ഇത്രയും ഫങ്ഷൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. നിങ്ങൾ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ.